ഉറക്കമെഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി എന്താ? മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ്? വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് കുളിച്ച് വൃത്തിയായി കിടന്നാൽ പോലും, കേട്ടോളൂ, കുളിച്ച് വൃത്തിയായിട്ട് കിടക്കുകയാണ്, അത് അവന്റെ ശുദ്ധിയുടെ പരകോടിയാണ്, അല്ലെ? ശുദ്ധിയുടെ അങ്ങേയറ്റമാണ് കുളിച്ചിട്ട് കിടന്നുറങ്ങാന്നുള്ളത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ പോലും 4 മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ, തൊലിയിൽ ഡെഡ് സെൽസ് അഥവാ മൃതകോശങ്ങൾ രൂപപ്പെടും. മൃതകോശങ്ങൾ, മരിച്ചു പോകുന്ന കോശങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കുളിക്കുമ്പോഴൊക്കെ സ്ക്രബ് ചെയ്ത് കുളിക്കണം, തേച്ചൊരച്ച് കുളിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മൃതകോശങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വുളു ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യണം, തേച്ചൊരച്ച് വുളു എടുക്കണം, സുന്നത്താണ്. അപ്പോൾ സ്ക്രബ് ചെയ്ത് കുളിക്കുമ്പോൾ ഈ മൃതകോശങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങിയാലും 4 മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും മൃതകോശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ മൃതകോശങ്ങൾ അവിടെ തന്നെ അങ്ങനെ ഇരുന്നാൽ 3 ദിവസങ്ങൾ വരെ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും. 3 ദിവസമായിട്ടും വെള്ളം ടച്ച് ചെയ്തില്ലെങ്കിൽ, വെള്ളം തൊട്ടിട്ടില്ലെങ്കിൽ അവിടെ ബാക്ടീരിയ പ്രവർത്തിക്കും. 3 ദിവസമായിട്ടും കുളിക്കാത്ത ആൾ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നേരത്തെ കുറച്ച് മാന്യമായ ഭാഷ. 3 ദിവസം വരെ വെള്ളം തൊട്ടില്ലെങ്കിലും അങ്ങനെ ഇരിക്കും. 3-ാം ദിവസം കഴിയുന്നതോട് കൂടിയിട്ട് ബാക്ടീരിയൽ ആക്ഷൻ അതിൽ സംഭവിക്കും. പക്ഷേ ഈ മൃതകോശങ്ങൾ 4 മണിക്കൂറുകൾക്കുള്ളിൽ ഫോം ചെയ്താലും ഇത് ഈ പോയിന്റിൽ നിന്നും, ഏത് പോയിന്റിലാണോ ഉള്ളത് അവിടെ നിന്നും നീക്കം ചെയ്യപ്പെട്ടാൽ, റിമൂവ് ചെയ്യപ്പെട്ടാൽ, വേറെ എങ്ങോട്ടെങ്കിലും മാറിയാൽ ഉടൻ തന്നെ അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കും. ഇരിക്കുന്നിടത്ത് ആ ടെമ്പറേച്ചറിൽ അവിടെ ഇരുന്നോളും. ടെമ്പറേച്ചർ മാറിയാൽ, അവിടെ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മാറിയാൽ, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഇറിറ്റേഷൻ, ചൊറിയാണ്. ഉറങ്ങിക്കിടന്നപ്പോൾ ചൊറിച്ചിൽ വരാണ്, അല്ലെ? ചൊറിഞ്ഞു, എന്ത് പറ്റും? ദോസ് ബാക്ടീരിയ അല്ലെങ്കിൽ മൃതകോശങ്ങൾ എന്ത് പറ്റും? ദോസ് ഡെഡ് സെൽസ് വിൽ ടേക്ക് ദ പ്ലേസ് ഓഫ് യുവർ ഫിംഗേഴ്സ്, അല്ലെ? ഇവിടെ വരും. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ നിന്നും ഈ ടെമ്പറേച്ചറിലൂടെ ബോഡിയിലെ വേറൊരു ഭാഗത്തേക്ക് മാറി ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ബാക്ടീരിയൽ ആക്ഷൻ അവിടെ നടക്കും. അല്ലാത്ത പക്ഷം 3 ദിവസം വരെ അവിടെ ഇരുന്നോളും. ക്ലിയർ? യെസ്. അങ്ങനെ ഈ ബാക്ടീരിയൽ ആക്ഷൻ നടക്കും. ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ? നിമിഷ നേരം കൊണ്ട് കോടിക്കണക്കിന് ബാക്ടീരിയകളായിക്കൊണ്ട് അത് പ്രത്യുൽപാദനം നടത്തും, റെപ്ലിക്കേറ്റ് ചെയ്യും. കോടിക്കണക്കിന് ബാക്ടീരിയകൾ. അതിൽ 1 ഇഞ്ച് സ്ക്വയർ തൊലിയെടുത്ത് പരിശോധിച്ചാൽ അത്ഭുതമാണ്. 1 ഇഞ്ച് സ്ക്വയർ തൊലിയിൽ നിങ്ങൾക്ക് 20-ലേറെ രക്തക്കുഴലുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. 20-ലേറെ രക്തക്കുഴലുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. 3,20,00,000-ലധികം ബാക്ടീരിയകൾ 1 ഇഞ്ച് സ്ക്വയറിലുണ്ട്. 1 ഇഞ്ച് സ്ക്വയർ തൊലിയിൽ, മനസ്സിലാവുന്നുണ്ടോ? 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും ഉള്ള ഒരു ഏരിയയിൽ. അവിടെ നിന്നും മാറ്റം ചെയ്യപ്പെടുന്ന 3,20,00,000 വരുന്ന ബാക്ടീരിയകൾ ഇപ്പൊ എവിടെയുള്ളത്? നഖങ്ങളിലാണ്. ഈ നഖങ്ങൾ ബാക്ടീരിയകളുടെ ലോകമഹാസമ്മേളനമാകുന്ന നഖങ്ങളുമായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്, കൈവിരലുകളുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ ഉടനെ പോയിട്ട് ബ്രഷ് എടുത്ത് പിടിക്കരുത്. ആദ്യം മുൻകൈകൾ വൃത്തിയായിട്ട് കഴുകണം. ഇത് സാധാരണ സ്കിന്നിലുള്ള ഒരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. എങ്കിലോ ഇതിനേക്കാൾ ഗൗരവമാണ് ഉറക്കത്തിൽ നാം എത്ര തവണ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാത്തതുപോലെ എത്ര തവണ ചൊറിഞ്ഞു, ഒരു മറുപടി ഉണ്ടാവില്ല. ഉറക്കം എഴുന്നേച്ചാൽ ഏറ്റവും ആദ്യം മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകട്ടെ. കാരണം സുന്ദര സാഹിത്യ ഭാഷയിൽ ലോകത്തിന്റെ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉറക്കം എഴുന്നേറ്റാൽ